സാൾട്ടൻ ക്യാമ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് സിഇയുടെ വെബ്സൈറ്റിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. 5/6/2024 മുതൽ 9/6/2024 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും ദുബായ്, ന്യൂഡൽഹി, മുംബൈ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്ന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഫാർമസിക്ക് 6/6/2024 ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ 5 മണി വരെ പ്രത്യേക പരീക്ഷയായിട്ട് അതും നടക്കുന്നുണ്ട്. അതിൻ്റെയും ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹാൾ ടിക്കറ്റ് റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് അവരുടെ ജില്ലയിൽ ഈ സെൻറ്റർ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നിരവധി പേർക്ക് അവർ കൊടുത്ത 4 ഓപ്ഷനും അല്ലാത്ത സെൻറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പറയാൻ എനിക്ക് നിർവാഹമില്ല. എന്നിരുന്നാലും പലർക്കും കിട്ടിയിരിക്കുന്നത്, നോർത്തിലുള്ള പലർക്കും കിട്ടിയിരിക്കുന്നത് സൗത്തിലേക്ക്, അതായത് എറണാകുളം, കോട്ടയം സൈഡിലേക്കാണ്. അതിന് ഒരു കാരണം വ്യക്തമാണ്. നിരവധി സെൻറ്ററുകൾ, അതായത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ സെൻറ്ററുകളുടെ എണ്ണത്തിൽ, അതായത് സിസ്റ്റത്തിൻ്റെ എണ്ണത്തിൽ വളരെ ഷോർട്ടേജ് ഉണ്ട്. സെൻറ്ററുകളുടെ എണ്ണത്തിലും അതേപോലെ ആ സെൻറ്ററുകളിൽ അനുവദിക്കപ്പെട്ട സീറ്റുകളുടെ എണ്ണത്തിൽ എന്ന് പറഞ്ഞാൽ അവിടത്തുള്ള സൗകര്യം അനുസരിച്ച് അത് അനുവദിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു 140 സിസ്റ്റം ഉള്ള ഒരു സെൻറ്ററിനെയാണ്, ഒരു വെന്യൂ ആണുള്ളത്. ആ വെന്യൂവിൽ തന്നെ അതിൽ കൂടുതൽ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അടുത്ത ഒരു 150 കൂടി ഉണ്ടെങ്കിൽ അവിടെ 2 സെൻറ്റർ അനുവദിക്കും. പക്ഷെ അത്രയും 140 ഉണ്ടെങ്കിലും അവിടെ 10%, ആ 140ൻ്റെ 10% ബഫറായിട്ട് മാറ്റി വെച്ചിട്ട് 125 കാൻഡിഡേറ്റ്സിനെ അങ്ങോട്ട് അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ച് കാൻഡിഡേറ്റ്സിനെ ഒരു സെൻറ്ററിൽ അനുവദിക്കാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ സെൻറ്ററുകളിലെ അത്രയും പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂ എന്നതിനാൽ ഇത് ആദ്യമായിട്ട് നടത്തുന്നതായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ അസൗകര്യങ്ങളുണ്ട്. അപ്പോൾ ആ അസൗകര്യങ്ങൾ കാരണമായിരിക്കാം ഇങ്ങനെ ഈ ജില്ലകളിൽ ഇത്ര സ്റ്റുഡൻസിനെ നമുക്ക് അലോട്ട് ചെയ്താൽ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. സിഇക്ക് അലോട്ട് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം സ്റ്റുഡൻസിനെ, ആ ജില്ലക്കാരായ മാക്സിമം സ്റ്റുഡൻസിനെ അവിടെ അനുവദിച്ച ശേഷം പിന്നീട് ബാക്കിയുള്ളവരെയാണ് മറ്റു ജില്ലകളിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇനിയൊരു സെൻറ്റർ മാറ്റം എന്ന് പറയുന്നത് അവിടെ സാധ്യമായിക്കൊള്ളാം എന്നില്ല. ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അഡ്മിറ്റ് കാർഡ് തന്നെ ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതല്ല, ഇനി എന്തെങ്കിലും തെറ്റ് വന്നിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിയുടെ ഭാഗത്തു നിന്ന് തന്നെ അതിന് തീരുമാനം ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരം, അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്ത ഇത് കഴിഞ്ഞതിനാൽ പുതിയതായിട്ട് ഇനി അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതിൽ ആ പുതിയതായിട്ട് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം വന്നാൽ മാത്രമേ സെൻറ്ററിൻ്റെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് അറിയുന്നത്. നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്റർ ഏതാണോ ആ സെൻറ്റർ നോക്ക്. ഇനി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് സിയുടെ സൈറ്റിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച്, ആ നോട്ടിഫിക്കേഷൻ വരുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ക്യാൻസൽ ചെയ്തു എന്ന അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് അഡ്മിഷൻ കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടി വരും. സെൻറ്റർ മാറ്റം വന്നേക്കാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ സെൻറ്റർ മാറ്റം അനുവദിച്ചിട്ടില്ല. നിലവിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിൽ തന്നെ പോയിട്ട് എക്സാം എഴുതേണ്ടി വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ 7:30 മുതൽ 9:30 വരെയാണ് റിപ്പോർട്ടിംഗ് ടൈം. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള സെൻറ്ററുകളാണെങ്കിൽ നേരത്തെ തലേ ദിവസം തന്നെ അവിടെ പോയി താമസിക്കാനുള്ള സൗകര്യങ്ങളും കൂടെ നോക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫാർമസിയും എഞ്ചിനീയറിംഗും എഴുതിയവർക്ക്, ഫാർമസി എഞ്ചിനീയറിംഗ് ഓപ്റ്റ് ചെയ്തവർക്ക് അവരുടെ ആ ഒരു ഇതിൽ അവരുടെ ഹാൾ ടിക്കറ്റ്, ഒറ്റൊരു ഹാൾ ടിക്കറ്റേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. 5-ാം തീയതി എക്സാം ഉള്ളവരുണ്ട്, 7-ാം തീയതി എക്സാം ഉള്ളവരുണ്ട്, അതേപോലെ 6-ാം തീയതി എക്സാം ഉള്ളവരുണ്ട്. അവർക്കൊക്കെ അവരുടെ ഹാൾ ടിക്കറ്റിൽ ഒറ്റ സെൻറ്റർ മാത്രമേ അനുവദിച്ചതായിട്ട് കാണുന്നുള്ളൂ. അതേപോലെ അത് 10 മണി മുതൽ 1 മണി വരെയുള്ള എക്സാം ആയിട്ടാണ് കാണുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് ഒറ്റൊരു എക്സാം തന്നെ ഉള്ളൂ, അതായത് ഫാർമസി എക്സാം സെപ്പറേറ്റ് എഴുതണ്ട എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. മാറ്റം വരുമോ എന്നുള്ളത് അറിയില്ല. നിലവിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ
ഈ എഞ്ചിനീയറിംഗും ഫാർമസിയും എഴുതുന്നവർ ഒറ്റ എക്സാം മാത്രമേ എഴുതേണ്ടതുള്ളൂ. അതായത് എഞ്ചിനീയറിംഗിന്റെ ആ എക്സാം മാത്രമേ എഴുതേണ്ടതുള്ളൂ. ഫാർമസിക്ക് മാത്രം അപ്ലൈ ചെയ്തവർക്കുമാണ് 6/6/2024 3:30 മുതൽ 5 മണി വരെ വിവിധ സെന്ററുകളിൽ എക്സാം നടത്തുന്നതായിട്ടുള്ള ഹാൾ ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. ഫാർമസിക്ക് മാത്രം അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഹാൾ ടിക്കറ്റ് 3:30 മുതൽ 5 മണി വരെ 6-ാം തീയതി 3:30 മുതൽ 5 മണി വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്ന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് ആയിരിക്കും അവർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ എഞ്ചിനീയറിംഗും ഫാർമസിയും അപ്ലൈ ചെയ്തവർക്ക്, ഇത് രണ്ടും ഓപ്റ്റ് ചെയ്തവർക്ക് അവർക്ക് ഒറ്റ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടാവുള്ളൂ. അത് എഞ്ചിനീയറിംഗിന്റെ എക്സാം നടക്കുന്നതിന്റെ ഹാൾ ടിക്കറ്റ് ആയിരിക്കും. അവര് ഈ എഞ്ചിനീയറിംഗിലും അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ക്വസ്റ്റ്യൻസ് എന്നുള്ള മാർക്ക് നോക്കിയിട്ട് അവരെ ഫാർമസി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ആ മാർക്ക് സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ഒന്നുകൂടി ഉണർത്തുന്നു, എഞ്ചിനീയറിംഗിലെയും അതേപോലെ എഞ്ചിനീയറിംഗിലെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഈ 3 വിഷയങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാർക്ക് ബി ഫാമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അത് മാത്രം എടുക്കും. എഞ്ചിനീയറിംഗിന് ആവുമ്പോൾ അതിലേക്ക് മാത്സിന്റെ മാർക്ക് കൂടി ആഡ് ചെയ്തുകൊണ്ട് അതും എടുക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാർമസി എഴുതുന്നവര് ഇതിനും കൂടെ പ്രത്യേക, അതായത് എഞ്ചിനീയറിംഗിന്റെ പരീക്ഷ എഴുതുന്നതിന്റെ സമയത്ത് തന്നെ ഇതിന് തന്നെയാണ് ഫാർമസിക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി എഴുതുക. ഇനി മറ്റൊരു സംശയം ഇവിടെ വരാൻ സാധ്യത ഉള്ളത്, എഞ്ചിനീയറിംഗും ഫാർമസിയും ഓപ്റ്റ് ചെയ്തവർക്ക് അവര് ഫാർമസിക്ക് മാത്രമാണ് ഇനി മുൻഗണന നൽകുന്നതെങ്കിൽ അവർക്ക് 6-ാം തീയതി എഴുതാൻ പ്രത്യേക ഇതൊന്നും ഇനി വരില്ല, ഹാൾ ടിക്കറ്റ് ഉണ്ടാവില്ല. 6-ാം തീയതി എക്സാം, 6-ാം തീയതി 3:30 മുതൽ 5 മണി വരെ എഴുതാനുള്ള പ്രത്യേക ഹാൾ ടിക്കറ്റ് ഉണ്ടാവില്ല. അവരും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. അവർക്ക് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ഹാൾ ടിക്കറ്റ് അത് ഏത് ദിവസമാണോ അത് എഞ്ചിനീയറിംഗിന്റെ പരീക്ഷ എഴുതാനുള്ള ഹാൾ ടിക്കറ്റ് ആയിരിക്കും. അവര് ആ പരീക്ഷ തന്നെ പോയി എഴുതേണ്ടതാണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് താല്പര്യമില്ല എങ്കിൽ മാത്സിന്റെ പോർഷൻ ഒഴിവാക്കിയിട്ട് എഴുതാം. ഫിസിക്സും കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. പക്ഷേ എക്സാം 10 മണിക്ക് തുടങ്ങി 1 മണി വരെയാണ്. ആ 1 മണി വരെ നിങ്ങൾ അതിനകത്ത് ഇരിക്കേണ്ടി വരും എന്ന് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗിനും ബി ഫാമിനും അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർ ബി ഫാമിന് മാത്രമേ പരിഗണന നൽകുന്നുള്ളൂ എങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം അറ്റൻഡ് ചെയ്യാം. അതേസമയം രണ്ടിനും അപ്ലൈ ചെയ്തു സമയമുണ്ടെങ്കിൽ 2 റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതകളും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എഴുതാനുള്ള ആ ഒരു സൗകര്യം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 സംശയങ്ങളാണ് അഡ്മിറ്റ് കാർഡിന്റെ ആ ഒരു ഇതിൽ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത്. സെൻട്രൽ മാറ്റത്തിന്റെ കേസിൽ നിങ്ങൾക്ക് സിയുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇപ്പം നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് സെൻട്രൽ മാറ്റം അനുവദിക്കില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തെങ്കിലും സോഫ്റ്റ്വെയർ പ്രശ്നം കാരണമാണ് ഈ സെന്ററുകൾ ഇങ്ങനെ മാറിപ്പോയതെങ്കിൽ മാത്രം അത് റീകൺസിഡർ ചെയ്യും. ഫാർമസിയുടെ കേസിലാണെങ്കിൽ ഈ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഫർമേഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. വീഡിയോ വാച്ച് നന്ദി, നമസ്കാരം.